ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിൾ. കോസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, എൻ്റെ കിച്ചൻ്റെ കോലം കണ്ടോ? ആകെ താറുമാറായി കിടക്കാണ്. ഒക്കെ വലിച്ച് വാരിയിട്ട് ആകെ എന്താ പറയുക, ഒരു വൃത്തിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറേ ആയി വിചാരിക്കണു ഒന്ന് ക്ലീൻ ആക്കണം എന്ന്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഉള്ളത് കാരണം കിച്ചൺ ക്ലീനിങ് അങ്ങ് നടന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആമി നല്ല ഉറക്കമാണ്. ആമി ഉറങ്ങണ സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേശ്ശൊക്കെ ആയിട്ട് അങ്ങനെ ഫിനിഷ് ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്ന ടൈമുണ്ടല്ലോ, വന്ന ടൈമിൽ അടിച്ചോരി ഒന്ന് കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയതായിരുന്നു, ഷെൽഫുകളോ അതൊക്കെ. പിന്നെ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. നേരെ ഒന്ന് അടിച്ചോരി തുടയ്ക്കും, പിന്നെ തിണ്ണയൊക്കെ ഒന്ന് തുടച്ചിടും, ജനാലയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കും എന്നല്ലാണ്ട് ഫുള്ള് ഷെൽഫ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കി ഇത് ആക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തിന് മേലെയായി. അപ്പോൾ ആകെ ഒരുവിധമൊക്കെ പൊടി പിടിച്ച് ആകെ അലങ്കോലമായി കിടക്കുകയാണ്. പിന്നെ ഷെൽഫിലൊന്നും അങ്ങനെ മറ്റേ പേപ്പർ കീറിയിട്ട് അങ്ങനെ വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ആകെ പൊടിയൊക്കെ ആയിട്ട് പെണ്ണ് പറയാനും സമ്മതിക്കില്ല. ഷെൽഫിലൊക്കെ ആകെ പൊടിയൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് പേപ്പർ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം. സത്യം പറഞ്ഞാൽ ഞാനത് പേപ്പർ ആദ്യം കൊണ്ട് വെച്ചു, പിന്നെയാണ് മനസ്സിലായത് ഞാനത് തുടച്ചിട്ടില്ലല്ലോ എന്ന്. വീണ്ടും പേപ്പറൊക്കെ എടുത്ത് മാറ്റി ഞാനത് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ. ഇത് ചെറിയൊരു ഷെൽഫാണ്. 2 ഷെൽഫ് നമുക്കിങ്ങനെ ചില്ല് ഗ്ലാസ് ഇട്ടിട്ടുള്ളതുണ്ട്. പിന്നെ സാധാ മറ്റേ ചില്ല് ഗ്ലാസ് ഒന്നും ഇല്ലാത്ത മറ്റേ തരം ഷെൽഫാണ്. താഴെയും മേലെയൊക്കെ ഷെൽഫുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ വയ്ക്കാനുള്ള ഷെൽഫുണ്ട്. പക്ഷേ ഷെൽഫുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. താഴെ ആമി അതൊക്കെ ഷെൽഫൊക്കെ തുറന്ന് പാത്രങ്ങൾ വലിച്ചിട്ട് ഒക്കെ നിലത്ത് വെള്ളം മൊത്തമാക്കി ആകെ വൃത്തികേടാക്കും അവളുള്ള സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഞാൻ 4 മുറം ഇതൊക്കെ തുടച്ച് ഒക്കെ മറ്റേ എണ്ണമെഴുക്കാണോ എന്താണെന്നറിയാം, നമ്മൾ വലിച്ചിട്ടേ എപ്പോഴും തുറന്നിട്ട് കയ്യിലത്തെ ആകെ ചെളി ഇതൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചില്ലുമിലൊക്കെ. അതൊക്കെ ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നാലും എത്ര ക്ലീൻ ചെയ്താലും വീണ്ടും വരും. അത് വേറെ കാര്യം. ആഴ്ചയിൽ കൂടുമ്പോൾ ക്ലീൻ ആക്കേണ്ട അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഫുള്ള് പൊടിയാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. 2 നേരം അടിച്ചു വാരും, 2 നേരം തുടയ്ക്കും. മിക്കതും 2 നേരം തുടയ്ക്കാറുണ്ട്. എന്നിട്ട് ഫുള്ള് പൊടിയാണ്. ഈ ജനാലൊക്കെ തുറന്നിരുന്ന കാരണമാണ് തോന്നുന്നു കേട്ടോ, ഫുള്ള് പൊടി അടിച്ച് കയറുന്നത്. റൂമിലേക്കും ആളിക്കും ഒക്കെ പൊടിയാണ്. അപ്പോൾ എത്ര ക്ലീൻ ആക്കിയാലും ക്ലീൻ ആവാത്ത അവസ്ഥയാണ് കേട്ടോ. ഇനി താഴെ ഇരിക്കുന്നതൊക്കെ ആമിക്കുള്ളതാണ്. പനകൽക്കണ്ടം, മറ്റേ അമൃതം പൊടി, അവളുടെ കോറ, അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ താഴെ ഇരിക്കണത്. പിന്നെ മേലെ കുറച്ച് മറ്റേ കൂവപ്പൊടിയുടെ ഇതുണ്ടായിരുന്നു. പിന്നെന്താ മറ്റേ വറ്റൽമുളക് പൊടിച്ചതുണ്ടല്ലോ അത്, പിന്നെ ചന്ദനത്തിരി, പിന്നെ കുപ്പികളാണുള്ളത്. ഏട്ടൻ്റെ മറ്റേ ഫ്ലാസ്കൊക്കെ ഇരിക്കുന്നുണ്ട് ചായ കൊണ്ടുപോകണത്. പിന്നെ വറ്റൽമുളക് അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ വെച്ചിട്ടുണ്ട് ഷെൽഫിൽ. പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഷെൽഫ് അങ്ങനെ ക്ലീനായി. പിന്നെ ഈ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ, അവിടെ ഫുള്ള് നമ്മുടെ കയ്യിലത്തെ എണ്ണമെഴുക്കും ചെളിയും കയ്യിലത്തെ എന്തൊക്കെയോ വേസ്റ്റൊക്കെ ആയിട്ട് ആകെ വൃത്തികേടെ കിടക്കണം. അതും ഞാൻ ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടാണ്. പിന്നെ ഞാനത് താഴത്തുനിന്ന് ഇങ്ങനെ താഴത്തെ ഷെൽഫിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഷെൽഫിൽ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ജസ്റ്റ് അടിച്ചു വാരാനേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് അടിച്ചു വാരി ഞാൻ തുടച്ചിട്ടു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് പതുക്കെ മെല്ലെ തുടയ്ക്കാൻ തുടങ്ങിട്ടോ. അത് സ്പീഡാണ്. അത് കാരണം ഞാൻ സ്പീഡാക്കി കൊടുത്തിക്കാണ് കേട്ടോ. അത് കാരണമാണ് ഇത്ര ഇത് വേഗം കാണുന്നത്. നിങ്ങൾ സ്ലോ ആക്കിയാൽ നിങ്ങൾക്കും ബോറടി ആവും. പിന്നെ 3/4 മണിക്കൂറോളം ഉണ്ടാവും. ഞാൻ 3/4 മണിക്കൂറിൻ്റെ അടുത്തുള്ള വീഡിയോ ആണ് ഞാൻ വെറും 14-15 മിനിറ്റിലാക്കി ഇതാക്കിയത്. സത്യം പറഞ്ഞാൽ ഗായ്സ്, ചുട്ടിട്ട് ഒരു വഴിക്കായി വിശത്ത് കുളിച്ചിക്കൊക്കെ തലയൊക്കെ പെരുക്കണ പോലെ തോന്നി. കാരണം അമ്മ അതിരി ചൂടായിരുന്നു. അടുക്കളയിൽ ഫാനില്ലാത്ത കാരണേ ഭയങ്കര ചൂടായിരുന്നു. അത് കാരണം സത്യം പറഞ്ഞാൽ വിശർത്ത് കുളിച്ച് ഞാൻ. അങ്ങനെ ഓരോ ഷെൽഫുകളൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി അരിയിട്ട് വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ പിന്നെ ഈ ഷെൽഫാണ് ആകെ വൃത്തികേടായി കിടക്കുക. ആകെ പൊടി മുറുമ്പിൻ്റെതും പിന്നെന്താ നാളികേരത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഒരു ആവേശത്തിന് ചാടി പുറപ്പെട്ടതാ, വേണ്ടായിരുന്നു.
ചുട്ടിട്ടയ്യ അമ്മേ. അങ്ങനെ ഞാൻ നാളികേരമൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ ഗായ്സ് കണ്ടോ നിറച്ച് പൊടിയാണ്, നാളികേരത്തിൻ്റെ പൊടിയും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിത് അടിച്ചോരി അവിടെയും തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ താഴത്തെ ഷെൽഫ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ മേലേക്ക് കിടന്നു. മേലെ വൃത്തിയുണ്ട്, പക്ഷേ കണ്ടോ ഏറ്റവും മേലെ ഷെൽഫ് അല്ലാണ്ട് മേലെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അതിൻ്റെ അവിടുത്തെ പൊടിയാണ് നിങ്ങൾ കാണുന്നത്. അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഗായ്സ് നിങ്ങൾക്ക് മാറ്റം കാണുന്നുണ്ടോ? നല്ല വൃത്തിയാക്കി തുടച്ച് പിന്നെ ഇതാ ഈ ഷെൽഫുകളൊക്കെ എടുത്ത് ആ കുപ്പിയൊക്കെ എടുത്ത് നിലത്തേക്ക് വെച്ച് ഞാനിതേപോലെ പേപ്പറൊക്കെ വിരിച്ച് മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒക്കെ ഒരു ഷെൽഫിൽ, പിന്നെ അധികം എടുക്കാത്ത സാധനങ്ങൾ മേലത്തെ ഷെൽഫിലൊക്കെ വെച്ചു. പിന്നെ ഞാനിതാ ഈ ജനാലയുടെ അവിടെ ഇങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ പാത്രങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലവും ഇതൊക്കെ ആകെ എന്താ പറയുക എപ്പോഴും പൊടി വന്നിട്ടും ജനാലിൻ്റെ തുമ്മിലൊക്കെ പൊടിയായിട്ടും ആകെ വൃത്തികേട്, എന്താ പറയുക പാത്രങ്ങൾ വെച്ചിട്ടുള്ള വെള്ളം വീണിട്ടും അതിൻ്റെ പാടും ഇതൊക്കെ ആയിട്ട് ആകെ ഇതായി കിടക്കായിരുന്നു. അങ്ങനെ ഞാൻ എന്താ അമ്മി കാണിക്കണേ, ജനാലൊക്കെ തുറന്ന് അതിൻ്റെ അടിയിലൊക്കെ അപ്പിച്ചി അങ്ങനെയൊന്നും ആക്കാൻ പാടില്ല, വണ്ടി ഓടിക്കുക ഗൈസ് അവള്. അപ്പം ഈ പെണ്ണിന് ഞാൻ അങ്ങനെ ജനാലൊക്കെ ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു പാത്രങ്ങളൊക്കെ ഇറക്കി വെച്ചതല്ല എന്തായാലും ജസ്റ്റ് അവർക്ക് ഒന്നും കൂടി സോപ്പ് ഇടാണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മേലേക്ക് കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒക്കെ അലങ്കോലമായിട്ടാണ് വെക്കല്, ഒന്നും ഇങ്ങനെ അടുക്കി പറക്കി വെക്കലൊന്നുമില്ല. കാരണം വെക്കാൻ സമയം കിട്ടാറില്ല. കാരണം പെട്ടെന്ന് ഇത് പാത്രം കഴുകാനിടയിൽ ചിലപ്പോൾ ആമി കരയും, പിന്നെ ആമിയുടെ പിന്നാലെ പോണ്ടി വരും. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് വലിച്ചെറിയ തന്നെ പാത്രം അതിൻ്റെ ഉള്ളിലേക്ക്, അങ്ങോട്ട് പാത്രം കഴുകുക എടുത്തിടുക തന്നെയായിരുന്നു പണി. സത്യം പറഞ്ഞാൽ ആമീനെ വെച്ചിട്ട് വേണമല്ലോ എനിക്കിതൊക്കെ ചെയ്യാനായിട്ട്. ഏട്ടുള്ള ദിവസം ഏട്ട സഹായിക്കും, ഏട്ട രാത്രി വന്ന് ഏട്ട സഹായിക്കും, അങ്ങനെ അല്ലാണ്ട് ബാക്കി ടൈമൊക്കെ ഞാൻ തന്നെയാണല്ലോ. ഇത് ഇവളേനെ വെച്ചിട്ട് വേണം ഭക്ഷണം പാകം ചെയ്യും. ഇവളെ ഉറങ്ങുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഓരോന്നും ചെയ്യൽ. അപ്പോൾ ഞാനിതാ അവിടെയൊക്കെ വൃത്തിയാക്കി ആ ഭാഗം കഴിഞ്ഞു. ഇനിതാ ബാക്കി എനിക്ക് കിച്ചൻ്റെ ഈ ഭാഗം ഈ ടൈലും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. കണ്ടോ നിലമൊക്കെ കണ്ടോ ആകെ മേലുള്ള പൊടിയൊക്കെ താഴോട്ടാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആമി കിടന്ന് കാണിക്കുന്നുണ്ടോ ഗായ്സ്, ആമി എണീറ്റ് പാൽ കുടിച്ചിട്ട് ഞാൻ അവളവിടെ കിടത്തിക്കായിരുന്നു. പിന്നെയാണ് ഞാൻ സാധനങ്ങളൊക്കെ താഴോട്ട് ഇറക്കുന്നുണ്ട്, അപ്പോൾ ഓടി വരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വലിച്ചു വാരിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് ഇവിടുത്തെ ജനാലയും അവിടുത്തെ സാധനങ്ങളൊക്കെ താഴോട്ട് ഇറക്കിയിട്ട് ഞാൻ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. സത്യം പറഞ്ഞാൽ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടുപ്പ് പിടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ചിലവർ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും, ചിലവർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ക്ലീൻ ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് മുഴുമിപ്പിച്ചിട്ട് എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. തുടങ്ങാൻ ഭയങ്കര മടിയാണ് എനിക്ക്. തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് മുഴുമിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. പിന്നെ ബാക്കി അപ്പോൾ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട എനിക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ കണ്ടോ അപ്പടി പൊടി ഞങ്ങൾക്ക് കാണുന്നുണ്ടോ, ഫുള്ള് പൊടിയാണ് ടൈലുമ്മലൊക്കെ ഫുള്ള്. എന്താ പറയുക നമ്മൾ ഈ മിക്സിയൊക്കെ കറക്കുമ്പോഴൊക്കെ ഈ ചമരുമ്മലിക്കൊക്കെ അതിൻ്റെ വേസ്റ്റ് എല്ലാം ഇങ്ങനെ തേങ്ങയുടെ അതും അതേപോലെ ആമിയുടെ കുറുക്കിൻ്റെ അതും പിന്നെ എന്തെങ്കിലുമൊക്കെ അരയ്ക്കണം അതിൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ ഇങ്ങനെ ചമരുമ്മൽ വെള്ള ടൈലായതുകൊണ്ടേ പെട്ടെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ ഉരച്ച് തുടയ്ക്കുകയാണ് കേട്ടോ. മാക്സിമം ഞാൻ അപ്പം തന്നെ തുടച്ച് പോകാൻ ഇതുണ്ട്. എന്നാലും നമ്മൾ ചിലപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ചിലപ്പോൾ അതിൻ്റെ പാടൊക്കെ അതുമ്മൽ വരിക. അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ കാണാനൊക്കെ. അതേപോലെ അതിൻ്റെ മേലേക്കൊക്കെ അതിൻ്റെ വേസ്റ്റ് തീർച്ചിട്ടുണ്ടാവും. അതും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ല. അതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ നോക്കുക. അപ്പം എന്നാൽ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം താഴ്ച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നത് കാരണം ചൂടുണ്ട്, എന്നാലും അത്രയ്ക്കാണ് ചൂടില്ല. ആമിയുടെ മേലുള്ള ചൂടുകുരിയൊക്കെ പോയി. 2-3 ഉണ്ട്, എന്നാലും വല്ലാണ്ടൊന്നുമില്ല ഇപ്പോൾ. അതന്നെ സമാധാനം. അത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മോളുടെ മേത്തൊക്കെ ഇങ്ങനെ ഫുള്ള് ചൂടുകുരിയായിട്ട് പഴുത്തിട്ടും ഒക്കെ ആയിട്ട് ആകെ എന്താ ഒരു ഇറിറ്റേഷനായിരുന്നു അത് കാണുമ്പോൾ. പിന്നെ അത് മിക്സി അതൊക്കെ തുടച്ച്. പിന്നെ എനിക്ക് ഈ സ്റ്റൗവിൻ്റെ ഇവിടെ കണ്ടോ ഗൈസ് കറ. അത് എത്ര ഇതുപോലെ തുണിയും കൊണ്ട് എത്ര തുടച്ചിട്ട് പോകുന്നില്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും പരിഹാരമാർഗ്ഗം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സാധനം പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്നിട്ട് കത്തി കൊണ്ടൊക്കെ കുറേ ഉരച്ച് നോക്കി, എന്നാലും അങ്ങോട്ട് ഫുള്ള് പോകുന്നില്ല.
അതിനി എന്തുകൊണ്ട് ഉരച്ചാലാണ് എന്തുകൊണ്ടാക്കിയാലാണ് പോവാന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊന്ന് വൃത്തിയാക്കണം എന്നുണ്ട്. അതെനിക്ക് പൂർണ്ണമായിട്ട് വൃത്തിയാക്കാൻ പറ്റില്ല. ഒരുവിധമൊക്കെ ഞാൻ എന്താ കാണിക്കണ്, എന്താ കാണിക്കണ? അമ്മ വൃത്തിയാക്കല്ലേ? അയ്യോ അപ്പിച്ചില്ലോ. അല്ലെങ്കിലോ നേരം വൈകി, ചോറിനുള്ള സമയമായി, കൂട്ടാൻ വറുത്തിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഇടയിൽ ഇബിള് കാട്ടിച്ചു നോക്കുക. സോയാബീൻ മൊത്തം ചെതറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരട്ടി പണി തരാൻ വേണ്ടിയിട്ട് അച്ഛനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. രണ്ടുപേരും കണക്കാ. ഇക്കിട്ട് പണിയാൻ വേണ്ടിയിരിക്കും. കണ്ടോ? ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാ? ഇവിടെയൊക്കെ ഏകദേശം സെറ്റായിട്ടോ. കണ്ടോ? ഇനി കൊട്ടത്തളം കൂടി ഉണ്ട്, ആ ഷെൽഫും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് ഫിനിഷ്. അടിച്ചൊരു തുടയ്ക്കണം. അപ്പം ഇനി ഇതാ ഈ ഷെൽഫും കൂടി ഉള്ളൂ കേട്ടോ. തക്കാളിയൊക്കെ ഞാൻ ഇവിടെയാണ് വെക്കൽ, ഈ ഷെൽഫിലാണ് കേട്ടോ വെക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഷെൽഫിലത്തൊക്കെ താഴോട്ട് വലിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ആമി നിലത്ത് കടന്ന് ഇങ്ങനെ പരതണുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളൊക്കെ കാണുമല്ലേ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവസാനം അതൊക്കെ വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ചിട്ടു കേട്ടോ. ഞാൻ തുടച്ചതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഇടയിൽ ആമി കറിഞ്ഞിട്ടേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ ചോറും കറിയൊക്കെ ഞാൻ ആദ്യം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിന്നത്. അതാണ് ഷെൽഫൊക്കെ വൃത്തിയാക്കി, ഇവിടെയൊക്കെ വൃത്തിയാക്കി. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണ്ടേന് ഇതായി കൊട്ടത്തളം. ഞങ്ങളിവിടെ കൊട്ടത്തളം എന്നാണ് കേട്ടോ പറയുക. ചിലവരുടെ അവിടെ സിങ്ക്, ഞങ്ങളിവിടെ കൊട്ടത്തളം എന്നാണ് പറയുക. നിങ്ങളിവിടെ എന്താണെന്ന് പറയണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഈ പാത്രം കഴുകണ ഈ സംഭവത്തിന്. അപ്പോൾ അതൊക്കെ ഞാനിതിനി തുടച്ച് അങ്ങനെ ഉരച്ച് കഴുകി വൃത്തിയാക്കണം. അതിന് വേറെ സ്ക്രബ്ബറൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ ഞാൻ എത്ര ഉരച്ച് കഴുകിയാലും പിറ്റേ ദിവസത്തേക്ക് അത് എണ്ണമെഴുക്കതൊക്കെ ആയിട്ടിരിക്കും. അത് പ്രാന്ത് വരും. പിന്നെ ഈ കൊട്ടത്തളത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഈ വെള്ളം പോകുമ്പോൾ എനിക്കത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. അപ്പോൾ ഞാനൊരു സാധനം വൈപ്പർ പോലത്തെ സാധനം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അതൊക്കെ വെള്ളമൊക്കെ ഉള്ളിലേക്ക് പൂട്ടാം. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. കാണിച്ചു തരാം ഞാനിതിങ്ങനെ ഇതിലാക്കണുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ നമുക്കിതാ 4K ഒക്കെ അടിച്ചു. ഇനി എത്രയും പെട്ടെന്ന് 5K ഫാമിലി ആവട്ടെ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യട്ടെ. അപ്പം നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെന്താ, നമുക്കിനി കുറേ വീഡിയോസ് എടുക്കാനുണ്ട്. കുറേ സ്ഥലത്തേക്കൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മോളുടെ മുട്ട അടിക്കണം, അതിനൊക്കെ പോകണം. അതൊക്കെ നമുക്ക് വഴിയെ കാണിക്കാം കേട്ടോ. അപ്പോൾ സിങ്കൊക്കെ സൂപ്പറായിട്ടുള്ള വെട്ടി തിളങ്ങിയിരിക്കുകയാണ് എൻ്റെ സിങ്ക്. ഗായ്സ്, അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഫിനിഷ് ആയിരിക്കുകയാണ്. ഒരുവിധമൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. 11 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. ഫുഡും കൂടി കഴിച്ചിട്ടില്ല. ഏട്ടൻ വന്ന് ഫുഡ് കഴിച്ച് പോയി, മോൾക്ക് കൊടുത്തു. ഇനി എനിക്ക് കഴിക്കണം. ഒരുവിധമൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി, പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചു, ഷെൽഫുകളൊക്കെ വൃത്തിയാക്കി, ഇവിടെയൊക്കെ തുടച്ച് താഴത്തെ ഷെൽഫ് മൊത്തം തുടച്ച് പൊടിയൊക്കെ ഇതാക്കി, നിലം തുടച്ചു, നിലം അടിച്ചു വാരി. നിലം തുടയ്ക്കണത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മോള് കരഞ്ഞിട്ട് മോൾ അതിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. അപ്പോൾ നിലമൊക്കെ അടിച്ചോരി തുടച്ച് ചുമരൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു. എന്തായാലേ ഒരു യൂട്യൂബ് ഉള്ളതുകൊണ്ട് കിച്ചൺ വൃത്തിയായി. അപ്പം വീഡിയോ കണ്ടന്റ് ക്ഷാമമായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് വിചാരിച്ചിരുന്ന കിച്ചൺ ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. അപ്പം ഞാൻ പരിപാടി കഴിഞ്ഞു. ഇനി എന്താ ഫുഡ് കഴിക്കണം. ഇനി ഒരു ഉച്ചമയക്കം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ